എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സൗദി അറേബ്യാസ് ഇൻ്റർനാഷണൽ ഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഞാൻ സെലക്ട് ചെയ്ത ഡിഷ് നമ്മുടെ നാടൻ ഫിഷ് മോളിയും അപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ അവിടെ ചെന്ന് എൻ്റെ ടൈം 45 മിനിറ്റ്സ് ആയിരുന്നു. ആ സമയത്ത് ഞാനത് എൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഹാഫ് വേ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ തന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങൾ നമ്മുടെ അപ്പച്ചട്ടി പ്രത്യേകിച്ച് അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെങ്ങനെ അപ്പം ഉണ്ടാക്കും? പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഞാനൊരു നമ്മുടെ നോൺ സ്റ്റിക്ക്, അതായത് അടിവശം സ്റ്റീലായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന ഒരു പാനിൽ ചെറിയ അപ്പം ഉണ്ടാക്കി ഞാൻ പ്രസൻറ്റ് ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ പല കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടൈം ലിമിറ്റിൽ ഇത്രയും പ്രഷറൈസ് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനത് ഓവർകം ചെയ്ത് മാക്സിമം സ്പീഡിൽ ചെയ്തിട്ട് എനിക്ക് ആ ടൈമിൽ നമ്മുടെ അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ആ പ്ലേറ്റിൽ നമ്മൾ വിചാരിച്ച സാധനങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരവസരം കിട്ടി. അപ്പോൾ ലേഡി ഇവിടെ നിന്ന് പറയുകയാണ് 4 മിനിറ്റ്സേ ഉള്ളെന്ന് പറയുമ്പം എൻ്റെ അടുപ്പത്ത് ഫിഷ് കറി ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ആ 4 മിനിറ്റ്സിൽ എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആകെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചെന്തോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ ടൈം ലിമിറ്റിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. നല്ല ഹൈ പ്രഷറൈസ്ഡ് ഉള്ള ഇത് വരുമ്പോഴും നമ്മളെ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കുക. നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ച് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഡിഷ് ഞാൻ അവർക്ക് കൊടുത്തു. അവരത് അതിനകത്ത് നമ്പർ ഇട്ടിട്ട് ആ ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ എടുക്കും. ഒരെണ്ണം നമ്മൾ ഷെഫന്മാർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അങ്ങനെ 2 പ്ലേറ്റാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. The fish is excellent, the prawns are excellent, the sauce are excellent, spicy. Be careful with your spice. പിന്നെ എനിക്ക് ഇതിൽ ജഡ്ജിങ് പാനലിൽ ഒരു 5-6 ജഡ്ജസ് ഉണ്ടായിരുന്നു. ഷെഫന്മാർ എല്ലാം വലിയ പേരെടുത്ത ഷെഫന്മാരാണ്. അവരുടെ കൂടെ നിന്ന് പടം എടുക്കാനും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയാനുള്ള അവസരം കിട്ടി. അതിൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഡിഷസിൻ്റെ കോമ്പറ്റീഷനുണ്ട്. അതിൻ്റെ വീഡിയോ ആണിത്. അത് ഒത്തിരി പല രാജ്യങ്ങളിൽ നിന്നുള്ള ഷെഫന്മാരും ഇവിടുത്തെ പല ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഷെഫന്മാരും ഉണ്ടാക്കിയ എല്ലാം ഉണ്ട്. ചോക്ലേറ്റ് കാർവിംഗ് ഉണ്ട്, ഫുഡ് തന്നെയുണ്ട്, കേക്കുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എക്സിബിഷൻ ആയിരുന്നു. അപ്പം നമുക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. നമുക്കത് കണ്ടിരിക്കാൻ തന്നെ നമ്മുടെ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതെല്ലാം കാണാനും ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഡിഷസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പഠിക്കാനും ധാരാളം ഈ എക്സിബിഷന് പോയപ്പോൾ എനിക്ക് പറ്റി. അതേപോലെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. പിന്നെ മുമ്പോട്ടുള്ള എൻ്റെ ബാക്കി കുക്കിംഗ് ഇതിൽ ഞാനിതെല്ലാം അവർ പറഞ്ഞു തന്ന ഗൈഡ് ലൈൻസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. ഷബീന, യാസർ, ഫാഹദ്, ജോസ്, ഷൈനി, ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത്. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ ലൈഫ് ടൈമിൽ എനിക്കും ജോജിയുടെ പോലെ ഷെഫ് യൂണിഫോം ഇട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. സാധാരണ ഹോം ഷെഫായ എനിക്കും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട്.